ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും മമ്മിയും കൂടി ഇന്ന് അതിരമ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് പോകുന്ന കുറച്ച് യാത്രയും കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മസ്റ്റായിട്ട് കാണാം, ലൈക്ക് അടിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യാം. വണ്ടിക്കാണ് ഞങ്ങളിന്ന് യാത്ര പോകുന്നത്. മമ്മി വാതിലൊക്കെ അടച്ച് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടിക്കാണ് യാത്ര പോകാൻ പോകുന്നത്. വണ്ടിയുടെ മൈലേജും കാര്യങ്ങളും ഞാനിത് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. 240 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. മമ്മിത വാല് കൂട്ടി ഇറങ്ങി. അപ്പം ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പം നമ്മളിപ്പോൾ 240 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. 5 കെട്ട പെട്രോളുണ്ട്. നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്, തുടങ്ങാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ ബാക്കി പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. 240 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ടെന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പോകണമെന്ന് നോക്കി നമ്മളിന്ന് ATM കയറിയിട്ടുണ്ട്. കയ്യിൽ കുറച്ച് കാശുണ്ട്. അത് നമ്മൾ ATM ഇട്ടിട്ട് വേണം നമ്മൾ യാത്ര തുടങ്ങാൻ. കാരണം യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കാശും കാര്യങ്ങളും കയ്യിൽ ഹോൾഡ് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് ആരെങ്കിലും അത് നമ്മളെ തട്ടിയെടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിപ്പോൾ ലോങ് റൈഡ് ആണെങ്കിലും ചെറിയ റൈഡാണെങ്കിലും നമ്മൾ എപ്പോഴും കാശ് കയ്യിൽ വെക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. കാരണം നമുക്ക് ഇത് നഷ്ടപ്പെട്ടാലും നമ്മുടെ കാശും കാര്യങ്ങളും അതിൽ അക്കൗണ്ടിൽ സുരക്ഷിതമായിട്ട് അവിടെ ഉണ്ടാവും. അല്ലാത്ത പക്ഷം നമ്മുടെ കയ്യിൽ നിന്ന് കാശും കാര്യങ്ങളും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കാശും കാര്യങ്ങളും കയ്യിൽ വെക്കാണ്ടിരിക്കുക. യാത്ര തുടരാൻ പോകണം. നമ്മൾ അക്കൗണ്ടിൽ പൈസ കിട്ടുമ്പോൾ ഫോണാക്കി നമ്മൾ പൈസയും കാര്യങ്ങളൊന്നും കയ്യിൽ ക്യാരി ചെയ്യരുത്. കാരണം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് കയ്യിൽ പൈസ ക്യാരി ചെയ്യരുത്. എപ്പോഴും കയ്യിൽ തന്നെ വെക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, പോണ വഴിക്ക് നമ്മൾ അങ്കമാലി സ്റ്റുഡിയോയിൽ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ മമ്മി എനിക്ക് പോണ വഴിക്ക് ഡ്രസ്സ് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് മീൻസ് ഒരു ടീഷർട്ടും കാര്യങ്ങളും ജസ്റ്റ് നോർമൽ വെയറിന് വേണ്ടിയിട്ട് എടുത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. ഇത് കുഴപ്പമില്ല മീൻ ട്രേഡിങ്ങിന്. കൊള്ളാം. അതെടു. ഇത് 299 ഉള്ളല്ലോ. വേണ്ടിയിട്ടൊരു പാൻറ് നോക്കുന്നുണ്ട്. ഇത് 699 ആണ്. ഇതിൽ നിന്നൊരു പാൻറ് വാങ്ങാം. ഏതാ വാങ്ങാം? എനിക്ക് ഓടിക്കും, ഞാൻ നോട്ടെ. ബ്ലാക്ക് മതിയാ? നീ ഏതെങ്കിലും എടുക്കും. ബ്ലാക്കാ നീല? ഇത് വള്ളിക്കെട്ടുള്ളതാണല്ലോ. വള്ളിക്കെട്ട് വേണ്ടേ? വള്ളിക്കെട്ട് വേണോ? വള്ളിക്കെട്ട് കാലിക്കെട്ടാവൂലോ? നിനക്ക് എന്താ വേണ്ടത് വെച്ച് എടുക്ക്. ഏത് ഫ്രണ്ടില്? നീ ഏതെങ്കിലും എടുക്കണ്ട അപ്പൂട്ട. ഇത് ദേഷ്യം ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിങ്ങനെ ഡ്രസ്സ് നോക്കി കുറച്ച് കൺഫ്യൂഷൻ അടിച്ചേക്കുമ്പോൾ മമ്മിക്ക് ദേഷ്യം വന്നു തുടങ്ങി. ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഓരോ ഡ്രസ്സുകൾ നോക്കും. എനിക്ക് കുറച്ച് കൺഫ്യൂഷനായി. കാരണം ഏത് പാൻസ് എടുക്കും എന്നുള്ള കുറച്ച് കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് കിടന്നു, കുറച്ച് ഇങ്ങോട്ട് കിടന്നിട്ട് വേറെ പാൻറ്റ് തപ്പി. പിന്നെ അവസാനം പോയി പഴയ പാൻറ്റ് തന്നെ സെലക്ട് ചെയ്യാണ് ഞാൻ ചെയ്തത്. മമ്മിക്ക് അവസാനം ഭ്രാന്തായി. ഞാൻ എൻ്റെ കൂടെ വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഓരോന്ന് നോക്കി ലാസ്റ്റ് ഞാൻ അതന്നെ ചൂസ് ചെയ്തു. അപ്പം മമ്മി പറയുന്നുണ്ട് എനിക്ക് ഭ്രാന്താവണ്ടിട്ടാ, എനിക്ക് ദേഷ്യം വേണ്ടിട്ടാന്ന്. ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയാണ്. കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ടീഷർട്ടും കാര്യങ്ങളും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ലാസ്റ്റ് പാൻറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞാൽ ചൂസ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. എടുത്തോ, അത് വേണ്ട, സുഖമില്ലാത്ത തുണിയാ. ഇതുപോലത്തെ റോസൊക്കെ ഞാൻ എടുത്തെന്ന് എന്തിയടാ? എടുക്ക്, പറ്റുമോ? ഇട്ടോക്ക്. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് 2-3 ടീഷർട്ടും പാൻറ്റുമാണ് സെലക്ട് ചെയ്തത്. ഡ്രസ്സിങ് റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഡ്രസ്സിങ് റൂമിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ ഇട്ടിട്ട് കാണാം. റൂമിൽ കയറി ജസ്റ്റ് ഒന്ന് ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് ബാക്കി കാണിക്കാം. ഫസ്റ്റ് എടുത്ത ടീഷർട്ട് കുഴപ്പമില്ല, ആവറേജാണ്, കുഴപ്പമില്ല, എടുത്തിട്ട് കാണിക്കാം. ടീഷർട്ട് കുഴപ്പമില്ല, ജസ്റ്റ് നൈസാണ്. ഓക്കെ, ഇപ്പോൾ ഇട്ടതിൻ്റെ നേരെ ഗ്രേ കളർ, ഗ്രേ അല്ല, ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ളൊരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഓക്കെ അല്ല, മറ്റേതിനേക്കാളും മറ്റേതാണ് ബെറ്റർ. ഭയങ്കര ഓക്കെ അല്ലാത്ത പോലെയുണ്ട്. ജസ്റ്റ് നമുക്ക് നോർമൽ യൂസിന് വേണ്ടി വാങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇത് രണ്ടും ഡേ യൂസിന് വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ ഇതും ജസ്റ്റ് നോർമൽ വെയറാണ്, ഇതും ജസ്റ്റ് നോർമലായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ളൊരു 399 ഒരു പാൻസാണത്. ഇത് ഷർട്ടും അതുപോലെ തന്നെ ഒരു ആവറേജ് ക്വാളിറ്റി, പക്ഷെ ഓക്കെയാണ്. എനിക്കിത് കുഴപ്പമില്ലാത്ത ഭംഗിയുള്ളത്, കുഴപ്പമില്ലാത്തത് ഡിസൈൻ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആ ബ്ലാക്ക് ഒരു ഗ്രേ ഷെയ്ഡുള്ള ബ്ലാക്ക് ഗ്രേ ഷെയ്ഡുള്ള അതൊഴിച്ച് ബാക്കി എല്ലാം ബില്ലടിക്കാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞാനും മമ്മിയും കൂടിയിട്ട് താഴെയാണ് ബില്ലടിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി താഴെ വന്നു, ബില്ലടിക്കാനായിട്ട് വന്നു. അങ്ങനെ ബില്ലും കാര്യങ്ങളൊക്കെ അടിച്ചു, അവിടുന്ന് സാധനം വാങ്ങി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ അതിരമ്പള്ളിക്ക് പിന്നെയും പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പുതിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ യാത്ര തുടങ്ങിയേക്കാണ്. കുറച്ച് സമയം ലേറ്റായി. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ഏഴാറ്റുമുഖം റൂട്ട് കയറിയായിരുന്നു. കാരണം നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏഴാറ്റുമുഖം റൂട്ടാകുമ്പോൾ കുറച്ച് തണലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഏഴാറ്റുമുഖം റൂട്ട് കയറി. അല്ലാതെ നമുക്ക് സാധാരണ ചാലക്കുടി വഴി തിരിഞ്ഞ് നമുക്ക് പോരാം. പക്ഷേ ഞങ്ങൾ ഏഴാറ്റുമുഖം വഴി പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വഴി കയറിയത്. അങ്ങനെ ഞങ്ങൾ ഏഴാറ്റുമുഖം എത്തി. അങ്ങനെ ചെക്ക് പോസ്റ്റ് എത്തിയായിരുന്നു. ഏഴാറ്റുമുഖത്ത് കയറണമെങ്കിൽ നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, നമ്മളവിടെ എഴുതി കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ എഴുതി കൊടുത്ത് ഞങ്ങൾ പിന്നെ അവിടെ എൻട്രി ഒക്കെ കൊടുത്ത് ഞങ്ങളവിടെ നേരെ അതിരമ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളവിടെ നിന്ന് എൻട്രിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഏഴാറ്റുമുഖത്തേക്ക് പോകുന്നൊരു ചെറിയൊരു വനമേഖല എന്ന് പറയാൻ പറ്റുന്നൊരു റൂട്ടാണ്. ചെറിയ രീതിയിൽ ആനയും കാര്യങ്ങളൊക്കെ ഇറങ്ങി വെള്ളം കുടിക്കുന്നൊരു ചെറിയ റൂട്ടാണ്. അപ്പുറത്തും കാടുമാണ്. കൂടാണ്ട് അതിരമ്പള്ളിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അരുവി പോകുന്നൊരു ഭാഗം കൂടിയാണ്. നമുക്ക് മലയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം കാടും ചെറിയ അതിരമ്പള്ളിയുടെ അവിടെ നിന്ന് ഒഴുകി വരുന്ന അരുവിയും കാര്യങ്ങളും ഏഴാറ്റുമുഖം വഴി ഒഴുകി പോകുന്നൊരു ചെറിയൊരു റൂട്ടാണ്. അപ്പം നമുക്ക് ഈ വഴി അതിരമ്പള്ളിക്ക് പോകാം, അപ്പുറ വഴി നമുക്ക് വരാം, അതായത് ചാലക്കുടി കൂടിയും വരാം. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ളൊരു പാലമാണ്, അതായത് ഏഴാറ്റുമുഖം കഴിഞ്ഞിട്ട് വരുന്നൊരു പാലമാണത്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ പോയി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മലയുടെ മേലാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. ഞാൻ ഇനി ടിക്കറ്റ് എടുക്കാൻ പോകണം. ഭയങ്കര തിരക്കുണ്ട്, ഓണത്തിൻ്റെ ലാസ്റ്റ് ഡേ ആയത് കാരണം കൊണ്ടാണ്. അപ്പോൾ അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ബാക്കി കാണാം. നല്ല രീതിയിൽ തിരക്കുണ്ടല്ലേ. വാ, ടിക്കറ്റ് എടുക്കാം. കൗണ്ടറാണത്, നല്ല തിരക്കുണ്ട്. വാ, ടിക്കറ്റ് എടുക്കാം. നടനാരും ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. കുരുങ്ങുകളുണ്ട്, കുരുങ്ങുകളെ കുട്ടികളുടെ കയ്യിലൊന്നും കൊടുക്കരുത്. കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ കുരുങ്ങ് കടിക്കും. വെറുതെ ആൾക്കാർ പോയവരൊക്കെ തിരിച്ചു ഓടി വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ പോയ പോലെ ആയി. ഒരു സ്ഥലത്ത്
വെയില്. പോയി കണ്ടിട്ട് വരാം. വെയില് നോക്കണ്ട. കാര്യങ്ങളൊക്കെ എടുത്ത് അകത്ത് കയറി ഫസ്റ്റ് മേളിൽ വന്ന് കണ്ടു. ഇനി താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്, താഴെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്, ആൾക്കാരും കുറേ ആൾക്കാരും കാര്യങ്ങളുണ്ട്. മമ്മിക്ക് കയറാൻ വയ്യാണ്ടായി. അപ്പോൾ നല്ല രീതിയിൽ തിരക്കുണ്ട്. ഞങ്ങൾ താഴെ പോയി കാണാൻ പോകും. മേൽഭാഗം കണ്ടു, താഴെ പോയി കാണാൻ വേണ്ടി പോവാണ്. താഴെ ഇറങ്ങിയിട്ട് ബാക്കി കാണിച്ചു തരാം. കയറി കുറച്ച് നേരം ടയേർഡായി. അപ്പം ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് താഴത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ്. നല്ല രീതിയിൽ തിരക്കുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ എനിക്ക് ഇത്രയും തിരക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് ഞാൻ കാണുന്നത്. പിന്നെ ഓണം അവസാനിക്കാൻ ലാസ്റ്റ് ഓണം ആയത് കാരണം കൊണ്ടാണ് തോന്നുന്നത് നല്ല രീതിയിലുള്ള തിരക്ക് കാണാനുണ്ട്. ടയേർഡായി. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ താഴേക്ക് ഇറങ്ങിയിട്ട് ബാക്കി വീഡിയോസ് കാണിച്ചത്. ഞാൻ വിചാരിച്ചു ഇതൊരു ചെറിയ ഇറക്കമാണെന്ന്. നോക്കി കഴിഞ്ഞപ്പോൾ ഇതൊരു ഗംഭീര ഇറക്കമാണ്. മമ്മിക്ക് തീരെ വയ്യ ഇറങ്ങാനായിട്ട്. എങ്കിലും കാശ് 50 രൂപ എടുത്തെടുത്ത കാരണം ഇവിടെ ഞങ്ങൾ ഇത് ഇറങ്ങാൻ തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീര. അതെ, ശരിക്കും 50 രൂപ നമുക്ക് എക്സ്ട്രാ വേറെ എൻ്റെത്. കേട്ടോ താഴത്തേക്ക് ഗംഭീര ഇറക്കണം. ഒരു 4 നില പോലെ പിന്നെ ഇറങ്ങി പോകേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ കുറച്ചധികം പണിയാണത് ഇറങ്ങേണ്ടത്. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ കാലൊക്കെ പോകും. കാലിൽ ചെറിയ കട്ടിട്ട വഴികളാണ്. ഇത് താഴെയാണ് വ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ മേലെ മാത്രമേ കണ്ടിട്ടുള്ളൂ, താഴെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങി കാണാമെന്നുള്ള ഒരു ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം താഴത്തേക്ക് ഇറങ്ങി അങ്ങനെ പതിയെ ഇറങ്ങി പോകണം. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി ഫ്രണ്ടിൽ ഇറക്കുന്നുണ്ട്, കുറേ തിരക്കുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങൾ ബാക്കി താഴെ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അവിടുത്തെ വ്യൂവും കാര്യങ്ങളും കാണിക്കാം. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഇവിടെ താഴെ ഇറങ്ങി. നമുക്ക് വ്യൂ നന്നായി കാണിച്ചു തരാം. ഒരു മിനിറ്റ്. അതാണ് നമുക്ക് താഴെ നിന്ന് കാണുന്ന വ്യൂ. അവിടെ എത്തിയിട്ടുണ്ട്. ഞാനും മമ്മിയും വെള്ളച്ചാട്ടം കണ്ടു. നല്ല രീതിയിൽ വെള്ളം ചീതലടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ അവിടെ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മമ്മീൻ്റെ ബാക്കിൽ വെള്ളച്ചാട്ടം. ദിവസമായി തിരിച്ച് കയറുകയാണ്. അവിടെ നിന്ന് തന്നെ നല്ല രീതിയിൽ വെള്ളം കാര്യങ്ങൾ അടിക്കുന്നതാണ്. അവിടെ ഞങ്ങൾ തിരിച്ച് കയറുകയാണ്. ആ പരിപാടി അവസാനിപ്പിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഇറങ്ങാൻ എളുപ്പമായിരുന്നു, കയറാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. എല്ലാവരും നല്ല രീതിയിൽ വേർത്ത് കുളിച്ചിട്ടാണ് ഇറങ്ങുന്നത്. കയറുന്നത്. ഇറങ്ങണം വലിയ കയറ്റം. 3-4 റൗണ്ട് കറങ്ങി വേണം ഇറങ്ങാൻ. അപ്പോൾ സിമ്പിളല്ല, ഇറങ്ങണ പോലെയല്ല കയറണത്. നല്ല രീതിയിലുള്ള പണിയുണ്ട്. എല്ലാവരും ടാസ്ക് എടുത്തിട്ടാണ് കയറുന്നത്. ഇപ്പോൾ താഴെ പോയി കാണാൻ താല്പര്യമുള്ളവർ മാത്രം പോയി കണ്ടാൽ മതി. അതായത് റിസ്ക് എടുക്കാൻ തയ്യാറായവർ മാത്രം പോയാൽ മതി. മറ്റുള്ളവരാരും ഇത്ര ബുദ്ധിമുട്ടി ഇറങ്ങണമെന്നില്ല. പ്രായമായവർ നോക്കി കണ്ടിറങ്ങാം. വളരെ ടാസ്ക്കായ വഴികളാണ്. അപ്പോൾ ഞങ്ങളവിടെ തിരിച്ച് കയറി. ഇനി മേളിലെത്തിയതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്ത് ഒരു ചായയും കുടിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ മേളിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകണം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ മേളിലെത്തിയിട്ട് ബാക്കി വീഡിയോ കാണാം. മേളിലെത്തിയിട്ടുണ്ട് ഞാനും മമ്മി. എങ്ങനെയുണ്ട് മമ്മിയുടെ എക്സ്പീരിയൻസ് പറ? മമ്മിക്ക് വയ്യാണ്ട്. ഞാനിതിനു മുമ്പ് ഇറങ്ങിയിട്ടില്ല, ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി മതിയായിരുന്നു. ഗംഭീര തിരക്കാണ്, നല്ല രീതിയിൽ തിരക്കുണ്ട്. അപ്പോൾ
ഞാനും മമ്മിയും മേളിലെത്തി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് ഇവിടെ നിന്നിട്ട്. ഇനി ബാക്കിയും കൂടി കഴിഞ്ഞിട്ട് കയറി പുറത്തിറങ്ങിയ ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ പുറത്തിറങ്ങി ചായ കുടിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ചായ കുടിച്ചില്ല. ഞങ്ങൾ നേരെ ഒന്ന് കറുകുറ്റിയിൽ വന്ന് ശരവണ ഭവനിൽ നിന്ന് ഞങ്ങളൊരു മസാല ദോശയും കഴിച്ചു. അങ്ങനെ സ്വസ്ഥമായിട്ട് ഞങ്ങൾ വീട്ടിലെത്തിച്ചേർന്നു.